ഫ്രണ്ട്സ്, പ്രിയ സൻശ്രീ വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ നമ്മുടെ പയറൊക്കെ ഇങ്ങനെ നിറച്ച് കായ്ച്ച് കിടക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പോൾ ആ സന്തോഷം നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് കരുതി നിറച്ച് കായ്ച്ച് ഇങ്ങനെ കൊല കുത്തി കായ്ച്ച് കിടക്കുന്ന പോലെ ഇങ്ങനെ കായ്ച്ച് കിടക്കും കേട്ടോ. എനിക്കിത് പറിക്കാനേ തോന്നുന്നില്ല. എനിക്കിങ്ങനെ കാണുന്നതാണ് സന്തോഷം. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന്. ഈ പയറിന്റെ വിത്തുകൾ വേറെ ഉണ്ടായിരുന്നേ. എനിക്കന്ന് തിരക്കിൻ്റെ ഇടയ്ക്ക് നടാൻ പറ്റിയില്ല. കുറേ അവിഞ്ഞു പോയി. ഞാനിങ്ങനെ കുതിർത്ത് വെച്ചിരുന്നു, അത് കുറേ അവിഞ്ഞു പോയി കേട്ടോ. എന്നിട്ട് അതിനകത്ത് നിന്ന് കിട്ടിയ 1-2 അരികളെടുത്ത് ഞാൻ പാകി കിളിപ്പിച്ചെടുത്ത നല്ല നീളമുള്ള പയറാ കേട്ടോ. അതാ ചുമപ്പുണ്ട്, പച്ചയുണ്ട്, ഒരു തത്തപ്പച്ച കളറും ഉണ്ട്. ഇതാണ് നല്ല തത്തപ്പച്ച കളറിൽ കണ്ടോ നിൽക്കുന്നത്. ഇത് കണ്ടോ, നല്ല ദശയുള്ള ഇനം പയറാണ്. ഈ പയർ നിറച്ചിങ്ങനെ കായ്ച്ചിങ്ങനെ നിൽക്കുകയാണ്. അത് നല്ല നീളമുള്ള ദശയുള്ള പയർ. അത് കോവലും പയറും എല്ലാം കൂടെ ഒന്നിച്ച കോവയ്ക്കൊക്കെ കായ്ച്ച് കിടക്കുന്നത് നിങ്ങൾ കണ്ടോ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇതാ പന്തൽ കെട്ടി എടുത്തേക്കോ കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളക് നിറച്ച് കൊല കുത്തി ഇങ്ങനെ കായ്ച്ച്, കൊല്ല കാണത്തില്ല അതുപോലെ പച്ചമുളക് ഇങ്ങനെ കായ്ച്ച് കിടക്കുകയാണ്. ഇതിനൊക്കെ ഞാൻ ചെയ്യുന്ന വളം എന്താണെന്ന് നിങ്ങളോട് പറയട്ടെ. ഒരു രാസവളങ്ങളും ഞാൻ ഇതിനൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇതിനൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കുന്ന ചാരവും ചാണകപ്പൊടിയും നമ്മുടെ കോഴികളുടെ കോഴിക്കാഷ്ടം. ഞാൻ കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കും നന്നായിട്ട്. അതെങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്നറിയാം. കോഴിക്കാഷ്ടം എടുത്ത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങി അതിനകത്ത് ഇച്ചിരി കുമ്മായൊക്കെ ഇട്ട് അതിൻ്റെ ചൂടൊക്കെ കളഞ്ഞ് ഞാൻ ഈ മണ്ണ് നിറയ്ക്കുമ്പോൾ തന്നെ കരിയിലേയും ഇങ്ങനെയുള്ള ഇതായത് ചാണകപ്പൊടിയും ചാരവും കോഴിക്കാഷ്ടവും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താണ് ഗ്രോ ബാഗുകൾ നിറയ്ക്കുന്നത് തന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ 2 ദിവസമൊക്കെ കൂടുമ്പോൾ കുറച്ച് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി ഇതിനെ മൂട്ടിൽ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞവെള്ളം പുളിപ്പിച്ച് വെച്ചിട്ട് പച്ചക്കറി വേസ്റ്റും എല്ലാം ഇട്ട് കഞ്ഞവെള്ളം പുളിപ്പിച്ച് വെച്ചിട്ട് അതും ഇതിൻ്റെയൊക്കെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഇതേ ഉള്ള എനിക്ക് വളം, അല്ലാതെ ഞാൻ പുറത്തുനിന്നുള്ള ഒരു വളവും വാങ്ങിച്ചൊഴിക്കത്തില്ല. അതേപോലെ തന്നെ കണ്ട് ഇവിടെ ഒരു നീറുംപെട്ടി നിൽക്കുന്നത്. ഈ നീറുംപെട്ടി ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു പ്രയോജനമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ പയറയിലൊന്നും മുഞ്ഞ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ, അതിന്റെ ശല്യം ഉണ്ടാവത്തില്ല കേട്ടോ. ഈ നീറുംപെട്ടി ഞാൻ 2-3 നീറിനെ അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ കിട്ടു കൊടുത്ത കേട്ടോ. അതെന്തായാലും അവിടെ അങ്ങ് സെറ്റായി. അവർ കുടുംബാസൂത്രണമൊക്കെ നടത്തി അവരവിടെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തക്കാളികൾ ഞാൻ ഉദ്ദേശിച്ച പോലെ അത്രയ്ക്ക് അങ്ങോട്ട് കാ പിടിച്ചിട്ടില്ല. അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഞാൻ ആഗ്രഹിച്ചിരുന്നു നിറച്ചിങ്ങനെ കായ്ച്ചു നിൽക്കുന്ന തക്കാളിയൊക്കെ വീഡിയോ എടുത്തിടണമെന്ന്. പക്ഷെ അവിടെ ഇവിടെയൊക്കെ 3-4 തക്കാളിക്കേ ഉള്ളൂ. പക്ഷെ അതെനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷം വരുന്നില്ല. കാരണം അത് നിറച്ച് പൂത്തിട്ടുണ്ട്, പക്ഷെ അതങ്ങോട്ട് കായാവുന്നില്ല. അതേപ്പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ എനിക്കൂടെ പറഞ്ഞു തരിക. ഞാൻ ഈ വളങ്ങളൊക്കെ തന്നെ ഇതിനും ചെയ്യുന്നുള്ളൂ. പിന്നെ തക്കാളിക്ക് ഇച്ചിരി ഫിഷ് അമിനോ ഒക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് ഫിഷ് അമിനോ ഞാൻ പുറത്തുനിന്ന് മേടിച്ച കേട്ടോ. അതിലേക്ക് അല്പം വെള്ളമൊക്കെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഫിഷ് അമിനോയാണ് തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പ്രത്യേകതരമായിട്ടൊരു വളമായിട്ട് ഞാൻ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ചാരവും ഇതൊക്കെ തന്നെ കോഴിക്കാഷ്ടമൊക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതേപോലെ തക്കാളി തൈകൾ ഇവിടെ ഉഷാറായിട്ട് നിൽക്കുന്ന നിറച്ച് പൂ പിടിച്ച് നിപ്പുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കായ്ക്കണ്ടായല്ലയോ. പൂ പിടിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ, കായ്ച്ചും കൂടെ കിട്ടണം. അതേപോലെ ഇവിടെ നമ്മൾ വഴുതനമൊക്കെ നട്ടിട്ടുണ്ട്. വഴുതനമൊക്കെ കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ ആയിട്ട് വരുന്നു. നല്ല ഉഷാറായിട്ട് വഴുതനമൊക്കെ കയറി വരുന്നു. നല്ല ആരോഗ്യമുള്ള തൈയെ കണ്ടോ, നോക്കിയേ. നല്ല ആരോഗ്യമുള്ള നല്ല തൈകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ ഇവിടെ ഇതിനകത്തിൽ കറിവേപ്പും തക്കാളിയും കുറച്ച് ചീരയെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുക. പല തരത്തിലുള്ള സാധനങ്ങളെല്ലാം കൂടെ. ഞാൻ ഇവിടെ കൂടുതലും ഗ്രോ ബാഗുകളിനേക്കാളും ഉപയോഗിക്കുന്ന ഇതുപോലുള്ള പാത്രങ്ങളാണ്. അതേപോലെ തന്നെ ചീര നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഈ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഞാൻ ഒരു 500 രൂപയോളം ചീര കൊടുത്തു കേട്ടോ. എന്താ പറയുക, വീട്ടിലേക്ക് ഞാൻ ഉപയോഗിച്ചു, അല്ലാതെ ചീര പറിച്ചിങ്ങനെ കൊടുക്കുകയും ചെയ്തു. അതായത് എൻ്റെ ഗ്രോ ബാഗുകളിൽ വെച്ച് പിടിപ്പിച്ച ചീര കൊടുക്കാൻ എനിക്ക് അത്രയും രൂപയ്ക്ക് കഴിയാന്ന് വെച്ചാൽ എനിക്കത് വളരെ സന്തോഷമായിരുന്നു. ഗ്രോ ബാഗുകളിൽ മാത്രമല്ല, മുറ്റത്തൊരു സൈഡിൽ കുറച്ച് മണ്ണെടുത്തിട്ട് അവിടെ ഇളക്കി കുറച്ച് അധികം ചീര അരി ബാക്കി അത് കിളിപ്പിച്ച്, ഞാൻ പറിച്ചൊന്നും നട്ടില്ല, കിളിച്ചതിനകത്തുനിന്ന് തന്നെ പിഴുതിങ്ങനെ
കൊടുക്കുമായിരുന്നു. ഒരു 500 രൂപയോളം അടുത്തിട്ടുള്ള ചീര കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇതാ ഇവിടെ കുറച്ച് വെണ്ടയുണ്ട്. നമുക്ക് വീട്ടിൽ വേണ്ടുന്ന അത്യാവശ്യം എല്ലാവിധ പച്ചക്കറികളും, അതായത് പച്ചക്കറികൾക്ക് പച്ചക്കറി, മുട്ടയ്ക്ക് മുട്ട, പാലിന് പാല്, എല്ലാം ഞാൻ ഇവിടെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് ആക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിലേക്ക് ഞാൻ ഇന്ന് എത്തിക്കുന്നത്, അല്ലെ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതാ നമ്മുടെ കോഴിപ്പിള്ളേർ, അതായത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ള കോഴിമുട്ടയ്ക്കുള്ള കോഴിപ്പിള്ളേരാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് BB380 ഉണ്ട്, നാടൻ കോഴികളും ഉണ്ട്. മുട്ട ആവശ്യത്തിലധികം നമുക്ക് ഇവിടെ ഉണ്ട്. മുട്ട നമ്മൾ നന്നായിട്ട് സെയിലിങ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മുട്ടയ്ക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല. അതാ ഇവിടെ ഒരു മൂട് കറിവേപ്പുണ്ട്. എനിക്ക് ഈ കറിവേപ്പിൽ നിന്ന് എനിക്ക് ഇലയെടുക്കാൻ തീരെ ഇഷ്ടമല്ല. പക്ഷേ കറിവേപ്പില ഇല്ലാത്ത കറി ഒന്നിനും കൊള്ളില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരൊക്കെ എടുക്കും. എനിക്കിതിങ്ങനെ വളർന്ന് നിൽക്കുന്ന കാണാനാണ്. എനിക്കെന്തും നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? കൃഷി ചെയ്താൽ എനിക്കത് എടുക്കുന്നതിനേക്കാളും ഇഷ്ടം കാണുന്നതാണ്. നമ്മുടെ കിളിപ്പിള്ളേരെ കണ്ടോ, ഇവന്മാരും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. അതേപോലെ തന്നെ ഈ നിൽക്കുന്ന ഒരു മൂട് വരിക്കപ്ലാവാണ്. നമുക്ക് ഒരു മൂട് വരിക്കയുള്ളൂ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ. പ്ലാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ വരിക്കപ്ലാവ് ഒരു മൂടേ ഉള്ളൂ. ആ ആള് കായ്ച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം കന്നി അയച്ചു, ഈ പ്രാവശ്യം രണ്ടാമത്തെ തവണയാണ്. നിറച്ച് ചക്കയുണ്ട്, ആർക്കെങ്കിലും വേണേ പോരെ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൊക്കോയാണ് കണ്ടുപോയത്. ജാതി, ഇവിടെ എല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നിൽക്കുന്ന ഒരു എന്താ പറയുന്നത്, ഒരു കുമ്പളമാണ്. ഇത് തന്നെ കിളിച്ച് വന്ന കേട്ടോ. കഴിഞ്ഞ ആണ്ടിലും എനിക്ക് ഇതുപോലെ ഒരു കുമ്പളം കിളിച്ച് വന്ന് നിറച്ച് കുമ്പളങ്ങ കിട്ടിയായിരുന്നു കേട്ടോ. നമ്മുടെ റംബുത്താൻ കായ്ച്ചിട്ടുണ്ട്, നിറച്ച് കാ പിടിച്ചിട്ടുണ്ട്. അത് ഈ പ്രാവശ്യം നേരത്തെയാണ്. ഇത് വരിക്ക ഇനത്തിൽപ്പെട്ട റംബുത്താനാണ്. ഇവനിൽ നിന്ന് എനിക്ക് ഒത്തിരി കാശ് കിട്ടും കേട്ടോ, എല്ലാ വർഷവും കിട്ടുന്നതാണ് കേട്ടോ. ഇവൻ കാരണം നല്ല ഇനം റംബുത്താനായതുകൊണ്ട് ആൾക്കാർ വന്ന് വലയിട്ട് അവർ കൊണ്ടുപോയിക്കോളും. നമുക്കൊരു 10,000 രൂപയൊക്കെ വെച്ച് ഒരു മരത്തിന് കിട്ടാറുണ്ട്. അതേപോലെ നമ്മുടെ തെങ്ങ് കായ്ച്ചിട്ടുണ്ട്. ഇത് അവൻ ആദ്യമായിട്ട് കായ്ച്ച തെങ്ങാണ്. അത് കായ്ച്ചു വന്നപ്പോഴേ മണ്ട അടച്ച് കളയെന്ന് പറയുന്ന പോലെ അവന്റെ